നമ്മൾ ആദ്യം കണ്ടപ്പം ഇരുന്ന ആളല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിപ്പോയി. ഞാനും ആദ്യം ഇരുന്നപ്പം കുറച്ച് വണ്ണം വെച്ചായിരുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തിരിച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇരിക്കുന്നുണ്ടോ രണ്ടുപേരും. പക്ഷെ രണ്ടുപേർക്കും അറിയത്തില്ല കേട്ടോ. രണ്ടുപേരും അറിയാതെ തന്നെ മെലിഞ്ഞതാ. അദ്ദേഹം മെലിഞ്ഞിരിക്കുന്നു, ഞാനും മെലിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ രഹസ്യം എന്നാന്ന് പറയാമോ? മെലിഞ്ഞിരിക്കുന്നതിൻ്റെ എന്നാ അതിനൂടെ സീക്രട്ട്? സാപ്പാട് കുറച്ചാച്ച്. ഞാൻ സാപ്പാട് കുറച്ചാച്ച്. ഞാൻ ഭക്ഷണം കുറച്ചായിരുന്നു. കുറച്ച് ഡയറ്റ് എടുത്ത് മെലിയണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു. അതേസമയം തന്നെ ഇദ്ദേഹവും ഭക്ഷണം കുറച്ച് എന്താ പറയുക, എത്ര ഇഡലി സാപ്പിടുമായിരുന്നു? 3 ഇഡലി. ഡെയിലി 3 ഇഡലി സാപ്പിടും. 7 ദിവസം എന്തോ ലോഡിങ് പണിക്ക് പോയേക്കുമായിരുന്നു. ചുമട്ടായിരുന്നല്ലേ പരിപാടി? ലോഡിങ് കല്ലെല്ലാം ചുമക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് പൊക്കോണ്ടിരുന്നപ്പോൾ 3 ഇഡലി കഴിച്ചിട്ടാണ് കേട്ടോ ഈ ലോഡിങ് പണിക്ക് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ 7 ദിവസം കൊണ്ട് അദ്ദേഹം ഇതാ നല്ല ഒരു ചെറിയ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ താടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം താടിയൊക്കെ പോയി ജടയൊക്കെ വെട്ടി ചെറിയൊരു ചെറുപ്പക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. എത്ര വയസ്സുണ്ട്? അന്നേക്ക് കാണുമ്പോൾ 55 വയസ്സായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്, 55 വയസ്സാണ്. പക്ഷെ വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്നാണെന്നറിയോ, അന്ന് ഇരുന്നത് പോലെ ആയിരിക്കും തിരിച്ചു വരുമ്പോൾ ആ ജടയൊക്കെ ആയിട്ടായിരിക്കും താടിയൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ആദ്യം തന്നെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ, മെലിഞ്ഞു പോയല്ലോ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് മെലിഞ്ഞു പോയെന്ന്. അങ്ങനെയാണ് കണ്ടത്. വളരെ സന്തോഷമായിപ്പോയി എനിക്കത്. 3-4 മാസമായിട്ട് ചോറ് അരി കഴിക്കത്തില്ല. പിന്നെ കഴിക്കുന്ന ഗോതമ്പ് ചില ധാന്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചിയാ സീഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളുണ്ട്, വിത. അത് കുറച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മെലിഞ്ഞത്. ഞാൻ അരി കഴിക്കത്തില്ല. അരിയുടെ പരിപാടി 3 മാസമായിട്ട് ഇപ്പോൾ 4-ാമത്തെ മാസമായി. ഞാൻ അരി എന്ന് പറയുന്ന പരിപാടി, ചോറെന്ന് വരുന്ന പരിപാടി വിട്ടപ്പം വയറൊക്കെ അങ്ങ് കുറഞ്ഞു. നേരത്തെ ഭയങ്കര വലിയ വയറായിരുന്നു. ആ വയറൊക്കെ അങ്ങോട്ട് കുറച്ചിട്ടെ. എന്നാലേ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വയറെല്ലാം കൂടെ ചാടിയിട്ട് ഈ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഒരു വൃത്തിയാകുന്നില്ല, ഒരു മെനയാകുന്നില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോറൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗോതമ്പ് പിടിച്ചു. ഗോതമ്പല്ല പരിപാടി മുഴുവൻ. ഗോതമ്പ് അട, ഗോതമ്പ് പുട്ട്. രണ്ടെണ്ണമൊന്നും ഞാൻ കഴിക്കത്തില്ല. 1.5 അടയൊക്കെ കഴിക്കത്തുള്ളൂ. 1.5 അട, 1.5 ചപ്പാത്തി, അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പുട്ട്. അത് 1 കുറ്റി പുട്ടൊന്നും കഴിക്കത്തില്ല. 1/2 അല്ലെ 3/4 കുറ്റി പുട്ട്, അത്രയൊക്കെ കഴിക്കത്തുള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പാലും ഒക്കെ കുടിക്കും. നേരത്തെ പാലൊന്നും കുടിക്കത്തില്ല, നീ ചോറായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അപ്പോൾ പാലൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുറച്ച് നല്ലതായിട്ട് വെയിറ്റ് കുറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 10 എത്ര വെയിറ്റ് കുറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ആമാ എന്നെ മുതലേ പാത്രക്കില്ലേ അപ്പസല്ലേ 10 കഴിഞ്ഞ് 10-12 ഞാൻ ആദ്യം ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 68 കിലോ ഉണ്ട്. ഞാൻ ആ 68 കിലോയിൽ നിന്ന് ഞാനിപ്പോൾ ഏകദേശം ഒരു 54-53, ചിലപ്പോൾ നോക്കുമ്പോൾ 53, ചിലപ്പോൾ നോക്കുമ്പോൾ 54, ആ ഒരു റേഞ്ചിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒരു 14 കിലോയോളം ഞാൻ കുറച്ചു. അത് ഈ ചോറ് കഴിക്കാത്തതുകൊണ്ടാണ്. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഗോതമ്പേലാണ് ഇപ്പോൾ പരിപാടി. എന്നാ സാപ്പിടുന്നതെന്ന്? ഇഡലി 3 എണ്ണം സാപ്പിടും. പിന്നെ ഇവിടെ വന്ന് ചോറ് കഴിക്കും. ആ ചോറ് എങ്ങനത്തെ ചോറാ കഴിക്കുന്നത്? ആ കഞ്ഞി താനേ സാപ്പിടും. കഞ്ഞി എന്നാ കഞ്ഞി? ചോറ് കറി കുളമ്പൊന്നും ഇല്ലേ? കുളമ്പൊന്നും ഇല്ലാതെ ചോറ് കഴിക്കുമോ? ഊരുക. നാരങ്ങ അച്ചാറും ചോറും മാത്രം കഴിക്കുമോ? അയ്യോ, കറി കഴിക്കാൻ ആശയില്ലാത്ത ഒരേ ഒരു വ്യക്തി. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? കറിയൊന്നും ഞാൻ കറി കഴിക്കും കേട്ടോ. ചോറ് കഴിച്ചില്ലെങ്കിൽ ഞാൻ കറി കഴിക്കും. എനിക്ക് കറി കഴിച്ചില്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇതാകത്തില്ല, ഒരു ആശ്വാസം ആകത്തില്ല. അതുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചില്ലെങ്കിലും കറി കഴിക്കും. കറി കഴിക്കാതെ ഈ നാരങ്ങ അച്ചാറും കൂട്ടി തൈര് കഴിക്കുകയല്ലേ? തൈരും ചോറും ഈ
അച്ചാറും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉണ്ടോ മസിലൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ? മസിലൊക്കെയുള്ള ഒരു സ്വാമി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ആള് നല്ല കൂളാണ്. എന്താ പറയാ, നമുക്ക് എന്നാ വേണേലും സംസാരിക്കാം, എങ്ങനെ വേണേലും സംസാരിക്കാം, കത്തി പറയാം, എന്നാ വേണേലും പറയാം, നോ പ്രോബ്ലം. ഇവിടെ ദൈവങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ദൈവങ്ങളെയൊക്കെ വെച്ച് ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷെ ആണെങ്കിൽ പോലും പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ വന്ന് ഇവിടെ അടുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമില്ല കേട്ടോ. വളരെ കൂളായിട്ടാണ് കേട്ടോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സ്വാമിയുടെ വലിയ ജാടയൊന്നുമില്ല കേട്ടോ. ചിലരൊക്കെയാണെങ്കിൽ സന്യാസിമാരായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ഭയങ്കര നമ്മളെ കുറച്ച് പേടിപ്പിച്ചൊക്കെ വന്നില്ല. പക്ഷെ ഇത് ഭയങ്കര കൂളാണ് കേട്ടോ. ആള് കൂളാണ്, കുഴപ്പമൊന്നുമില്ല. വൈഫ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. വൈഫും മക്കളും ഒക്കെ വേറെ ഏതോ സ്ഥലത്താണ് താമസിക്കുന്നത്. പുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ കിടന്നുറങ്ങുന്നു, ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ആ കാശെല്ലാം എങ്ങനെ കൊണ്ട് വെച്ചിരിക്കും. അന്നേക്ക് ലോഡിങ് ബാങ്കിൽ പോട്ടാച്ചാ ഒരു ദിവസം 500 രൂപ വെച്ച് ലോഡിങ് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. 500 രൂപ വെച്ച് കിട്ടുമെന്നാ പറഞ്ഞ. എന്തിനു കാശ്? ഈ കഞ്ഞിയും അച്ചാറും കഴിക്കുന്നതിന് എന്തിനാ കാശ്? ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയൊക്കെ. പിന്നെ ബാക്കിയൊക്കെ അടുക്കി വെച്ചേക്കാന്ന് പറയുന്നത്. പിന്നെ ഇതാണ് കട്ടിൽ. ഈ കട്ടിലെ കിടന്നുറങ്ങും. ഈ കട്ടിലെ ചൂടാകുമ്പോൾ നിലത്ത് പാവിരിച്ച് അവിടെ പോയി കിടക്കും. എന്നിട്ട് കാറ്റൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ എൻട്രി കേട്ടോ. വന്നപ്പോഴേ കണ്ടുപിടിച്ചു. വന്നല്ലോ എന്ന് എന്നോട് അന്ന് പറഞ്ഞായിരുന്നു, നീ എങ്ങനെയൊക്കെ പോയാലും ഒരു ദിവസം എന്നെ തേടി വരും എന്ന് പറഞ്ഞു. അന്ന് കറക്റ്റ് ആട്ടോ. ഞാൻ രണ്ടാമത് ഒന്നുകൂടെ വന്നു. നല്ല വെയിലുമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. സുഖമുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഒരു വിഷയം കേൾക്കട്ടുമാ, എനിക്ക് തനിയായിരിക്കില്ലേ പൊണ്ണുങ്ങളെ ഒന്നും പാക്കാമേ, അതെപ്പടി കൺട്രോൾ വേണുണ്ട്? അങ്ങനെ നോൺ വെജ് സാപ്പിടാതിരുന്നു കഴിഞ്ഞാൽ കൺട്രോൾ ആയിടുമാ? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. മട്ടനും ഇറച്ചി ചിക്കനും ഒന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളോടുള്ള അട്രാക്ഷൻ പോകുന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര കൺട്രോൾ ആയി. എന്നാലും ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ മനുഷ്യൻ എന്നാണെന്ന് പറഞ്ഞാൽ, എത്ര വയസ്സായെന്ന് പറഞ്ഞാലും ഒരു പുരുഷന് ഒരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നത്തില്ലേ? അല്ല, ഒരു ആകർഷണം തോന്നത്തില്ലേ? അതിപ്പോ ഇറച്ചി ഈ ചിക്കനും മട്ടനും കഴിച്ചില്ലേ പോലും അട്രാക്ഷൻ തോന്നത്തില്ലേ? നിങ്ങളിപ്പോ ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുമല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഭാര്യ ഒന്ന് പാക്കണം, കൂടെ പടുക്കണം എന്നൊക്കെ തോന്നുന്നില്ലേ? കൂടെ കിടക്കണം എന്നൊക്കെ തോന്നുന്നില്ലേ? അതെന്നാ പവർ? ദൈവോ? കൊള്ളാം കേട്ടോ. നിങ്ങളേതായാലും കൊള്ളാം. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അതിവിടെ ആരെങ്കിലും വരുന്നുണ്ടോ? അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇറച്ചിയും മീനും ഒന്നും കഴിച്ചില്ല, ഇങ്ങനെ മുട്ടി ഒരുമി എങ്ങനെ ഇരുന്നാൽ പോലും ഇദ്ദേഹത്തിന് ഒന്നും തോന്നത്തില്ലെന്നാണ് പറയുന്നത്. എന്താ ഗൈസ് അങ്ങനെ? നിങ്ങളെ കൊണ്ട് സാധിക്കുവോ? അല്ല, മറ്റേ ഇത് കാണുന്നവരെ കൂടെ സാധിക്കും. എല്ലാവർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? പക്ഷെ നിങ്ങളെ സ്വാമിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. எப்படி தாளுங்க இருந்தான், எப்படி வாழ்ந்தான் அப்படி சொல்லணும். நாளுங்க வந்து இருந்தான்ல, அவன் எப்படி வாழ்ந்தான், இந்த காட்டுக்குள்ள எப்படி இருந்தான், சமையல் சாப்பிட்டு காட்டை பார்த்துக்கிட்டு வேலைக்கு போய்கிட்டு எப்படி இருந்தான் அப்படின்னு சொல்லணும். அப்படி இருந்தா அப்படின்னு சொல்லணும் மக்கள் இந்த ஏரியால சொல்லணும். ஐயோ, பயங்கர டீம் ஆனல்ல இது. இந்த ஏரியால சொல்லணும். இந்த ஏரியாயில சொல்லதுக்காக நீங்க எங்க இருக்குதா? ஆமா, எப்படி இருந்தாலும் இந்த ஏரியால வாழ்ந்தான், எப்படி செத்தான்னு சொல்லக்கூடாது, எப்படி வாழ்ந்தான் அப்படின்னு சொல்லணும். எப்படி ശരി, എനിക്ക് പുരിയുത്, தெரியுது. അപ്പൊ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ നാട്ടുകാരെല്ലാം ഇദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പൊ നാട്ടുകാർ പറയും
അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ഇത്, അതായത് ഭയങ്കര മാന്യനാണ്. പറയിപ്പിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ കടുംപിടുത്തത്തോടെ ഇരിക്കുകയാണ്. കൊള്ളാലോ, അടിപൊളി. இவதான் எப்படி வாழ்ந்தான் அப்படின்னு சொல்லணும். எப்படி? അതെ, അത് നല്ല കാര്യമാണ് കേട്ടോ. എപ്പടി അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഷ്ടം തന്നെയാ. ശരിയാ, അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ ആരെ കൊണ്ട് പറയിക്കാനൊന്നും പറ്റത്തില്ല. ആർക്കാ ഇതുപോലെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? പെണ്ണുങ്ങളോടൊന്നും മിണ്ടാതെ ഭാര്യയോടൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ ഇരിക്കുന്ന ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. വേറെ കൂട്ടുകാരനാണോ? ഒരു സ്വന്തക്കാരൻ വന്നിരുന്നു.